ഇനി എന്താ പറയാ? നിങ്ങളൊക്കെ പോയി, എനിക്ക് മടിയാണ്. പിന്നെ ഫോക്കസിങ് കട്ടുമ്പോളോ എന്താ പറയുമ്പോളോ എന്താ നമുക്ക് ഇതിമൊന്ന് തുടങ്ങാം. സന്തോഷകരമായ ഒരു ഇതായിട്ടാണ് ഞാനിന്ന് ചാനൽ തുടങ്ങുന്നത്. ഹായ്, നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ കേട്ടോ ചെയ്യാൻ പോണേ. റെക്കോർഡിംഗ് ആണ്. മുണ്ടിലിട്ടുമ്പോ കോൺസെൻട്രേഷൻ കളില്ല. ഹായ്, നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ കേട്ടോ ചെയ്യാൻ പോണേ. നമ്മളെ ചാനലിൽ ഇതുവരെ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ 2 എപ്പിസോഡ് മുമ്പ് നമ്മളെ ഗോപ്രോ കംപ്ലൈൻറ്റ് ആയതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കൊണ്ട് കിട്ടിയ ഒരു ഗോപ്രോ കേട്ടോ നമ്മൾക്കിത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു 35,000 രൂപയ്ക്ക് 2 ഗോപ്രോ കിട്ടി. ഇത് നമ്മളെ പഴയ ഗോപ്രോൻ്റെ ബോക്സാണ്. ഇതിപ്പോൾ പുതിയത് ഒരു പാർസലാക്കി കൊണ്ടുവന്ന ആ ഒരു സാധനമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഗോപ്രോ എന്താ ഒരു വാറൻറ്റി വിഷയമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ആക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. നമ്മൾ വേറെ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. നമ്മളെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി, അതിന് റീപ്ലേസ്മെൻറ്റിന് $140 ചിലവാകും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എന്താ സൽമാൻ ഫാരിസ് എന്ന് പറഞ്ഞ കമൻറ്റ് ഇട്ടത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു സാധനം ഒരു റീപ്ലേസ് ചെയ്ത് കൊണ്ടു തന്നു കേട്ടോ. സംഭവം എന്താ വെച്ചാൽ, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു $140 നമ്മൾ പെയ്ഡ് ചെയ്യേണ്ടിയിരുന്നൊക്കെ. അത് ഫ്രീ ആണ്, അത് കമ്പനി തന്നെ പെയ്ഡ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ അവസാനം നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതുവരെ അൺബോക്സ് ആക്കിയിട്ടില്ല. പിന്നെ ഫുള്ള് ത്രില്ലിലാണ്, എന്തൊക്കെ പറയേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. നമ്മളങ്ങനെ ആദ്യമായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് ഗോപ്രോ വാങ്ങിയ ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. നേരെ പൊട്ടിച്ച് അങ്ങനെ വീഡിയോ എടുക്കുക ചെയ്താൽ. അപ്പോൾ നമ്മൾ പൊട്ടിച്ചാൻ പോകട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നും അറിയില്ല കേട്ടോ. ഒരു നന്നാക്കിക്കണോ അതോ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് പുതിയ സാധനമാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഓ, വലിയൊരു പുസ്തകമൊക്കെ തന്നില്ല. ഇതെന്താ? ഒരു വലിയൊരു പേപ്പർ എന്തൊക്കെയാണ് അവിടെ നിന്നോട്ടെ. പിന്നെ എൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിലൊക്കെ തന്നിക്കണം. ഇത് സംഭവം സിംഗപ്പൂരിൽ നിന്നായിട്ട് വരുന്നത്. നമ്മളെ ഇന്ത്യയിൽ ഗോപ്രോൻ്റെ ഒരു സർവീസ് സെൻറ്റർ ഇല്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് നേരെ സിംഗപ്പൂർ പോയിട്ട് പോലെ അവിടെ നിന്ന് വേറെ ഗോപ്രോ റീപ്ലേസ് ചെയ്ത് തരികയാണ് ചെയ്തത്. ഇനിയും പൊട്ടിക്കണം, ഇതിങ്ങനെ പൊട്ടിക്കണം. ഫുള്ളി ലോ ലൈറ്റ് കയറട്ടോ. അതെന്താ സാധനം? ഗോപ്രോ ഉണ്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ വെച്ച്. നമുക്ക് ഇന്ന് കിട്ടി. ഇന്ന് എത്രാം തീയതി? 21-ാം തീയതി കേട്ടോ. നമുക്ക് കിട്ടിയ പാടെ നേരെ അൺബോക്സ് ചെയ്യാണ്. ഫുള്ള് ഡെക്കറേഷൻ ഒന്നും ഉണ്ടാവില്ല വീഡിയോയിൽ. ഇച്ചിരി ഡാർക്കായിട്ടൊക്കെ ഉണ്ടാവും വീഡിയോ കാണാൻ. ഓ ആ, ഇന്ന് ഓണാട്ടോ. ഓണത്തിന് ഇട്ടൊരു ബമ്പറിന് സംഭവം. നമുക്ക് എന്തൊക്കെ സംഭവം ബമ്പർ സെറ്റപ്പിൽ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടു നിൽക്കണമല്ലേ. ആദ്യം വരുന്ന പാക്ക് കമ്പനി തരുന്നത് ഇങ്ങനെ കയറും, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സെറ്റപ്പായിട്ട് കയറും. ഇത് റീപ്ലേസ്മെൻറ്റ് തരുന്നത് ഇതുണ്ടോ. നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. പുതിയതാണ്. അല്ലോ, ഗോപ്രോ ഹീറോ 8 ബ്ലാക്ക് സംഭവം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ സെയിം സാധനം, പുതിയ മോഡൽ വേറൊരു ഗോപ്രോ. ഡൂബ്ലി അല്ലേക്കാരല്ലേ ഞാനൊക്കെ ഉണ്ട്. ഇനി എന്തല്ലേ? ഇനിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുന്നോട്ടെ, നമ്മൾ പോയിച്ചിട്ടോ ഇതിലിട്ടോക്കാം. അപ്പോൾ പിന്നെ ഇടാം. നമ്മളിതിൻ്റെ ബാറ്ററി എടുക്ക് ഇട്ടോക്കട്ടെ. മെമ്മറി കാർഡ് കൊടുക്ക്.
ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഗോപ്രോ കിട്ടാൻ കാരണം നമ്മൾ ആ ഒരു വീഡിയോയിൽ കമൻ്റ് ഇട്ട സൽമാൻ ഫാരിസ് എന്നാണ് ഒരുത്തനാണ്. മൂപ്പർ നമുക്ക് പരിചയമില്ല. ഈ വീഡിയോ കാണണമെങ്കിൽ മൂപ്പരൊന്ന് കമൻറ്റ് ഇടുകൊണ്ട്. മൂപ്പര കമൻറ്റ് കണ്ടിട്ടാണ് ഇത് സംഭവം നമുക്ക് ഷിപ്പിംഗ് എല്ലാം ഫ്രീ ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ വേറെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് റീപ്ലേസ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ അതങ്ങനെ ആ അഡ്രസ്സിൽ നമ്മൾ ഷിപ്പ് ചെയ്ത് സാധനം ഏകദേശം 1 മാസമായിട്ട് അവിടെ നിങ്ങോട്ട് എത്താൻ. കഴിഞ്ഞ 4-ാം തീയതി എങ്ങാണ്ട് ഷിപ്പ് ചെയ്തതാണ്. ഇപ്പം 21-ാം തീയതി. ഇത്ര ദിവസം എടുത്ത് ഇങ്ങോട്ട് എത്തി കിട്ടാൻ. ബാറ്ററി ഇട്ടോട്ടെ. വാവ് അല്ലോ സംഭവം ഞാൻ പേടിച്ചു പോയി. ഇതിൻ്റെ ഇവിടുത്തെ ഇത് ക്യാമറ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന്. നമുക്ക് ഗ്ലാസ്സിമൊക്കെ ഉണ്ടോ സേഫ്റ്റിക്ക് ഒരു സാധനമൊക്കെ ഉണ്ട്. ഒഴിവാക്കാം. ഇത് വരുന്നത് ഇംഗ്ലീഷ് കൊടുക്കാം, എഗ്രി കൊടുക്കാം, ഓൺ കൊടുക്കാം. നമ്മളെ സാധനം സെറ്റായി. കണ്ടിന്യൂ. നമ്മളൊരു മെമ്മറി കാർഡ് എടുക്കുക. നമ്മളെ ഗോപ്രോൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ വർക്കാവാത്തതിന് കേട്ടോ. ഇതുണ്ടോ ഡിസ്പ്ലേ ടച്ചൊക്കെ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഗോപ്രോ ശരിക്കും 36 റുപ്യക്ക് സംഭവം അടിപൊളിയാട്ടോ. 36 റുപ്യക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരു റീസർവീസ് ചെയ്ത് തരില്ല ചെയ്യണത്. കംപ്ലൈൻറ്റ് എന്തെങ്കിലും അങ്ങനെ സ്ക്രാച്ച് ഇത് ഒന്നുമല്ല, നിലത്ത് വീണില്ല കംപ്ലൈൻ്റ് അല്ല, അല്ലാണ്ട് വരുന്ന കംപ്ലൈൻറ്റുകൾക്കൊക്കെ ഒരു ഫുള്ള് റീപ്ലേസ്മെൻറ്റാണ് തരുന്നത്. സംഭവം എന്തായാലും ഗോപ്രോ ഒരു വലിയ സംഭവം തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെയാവുന്നുണ്ട് കേട്ടോ. മറ്റേൻ്റെ ഡിസ്പ്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ആയിട്ടില്ല എനിക്ക് തോന്നുന്നത്. പണ്ട് എങ്ങനെയാ വെച്ചാൽ ഈ കണ്ടാവും ചിലപ്പം. SD കാർഡില്ല, ഇങ്ങനെ സ്ക്രീൻ കാണിക്കും നമ്മൾക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ തലയിരിച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കും. ഇതിങ്ങനെ നമ്മൾ നീളത്തിൽ നമ്മൾ മൊബൈലൊക്കെ എടുക്കില്ലേ അതേപോലെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീൻ കണ്ടോ, ഇത് കണ്ടെന്നോ നമ്മളെ ക്യാമറയിൽ സ്ക്രീൻ ഇപ്പോൾ മൊത്തം ഈ ഒരു ടൈപ്പിലായി. നമ്മളെ മൊബൈലിൽ യൂസ് ചെയ്യണ പോലെക്ക് ഫുൾ സെറ്റപ്പ് ആട്ടോ. നമ്മൾ പഴയ ഗോപ്രോയിൽ അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു എനിക്ക്. പഴയ അപ്ഡേഷനിൽ അത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ടൈപ്പും പിന്നെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചാലുള്ള ടൈപ്പും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇതിപ്പോൾ ഏത് ആംഗിളിലാണെങ്കിലും വെറൈറ്റി സാധനം മെച്ചുണ്ട്. അപ്പോൾ എന്നാൽ നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു സംഭവമല്ല, നമ്മളെ ഗോപ്രോ തിരിച്ച് കിട്ടിയ ഒരു സന്തോഷത്തിൽ നമ്മൾ ചെയ്ത ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും അറിയിക്കാമെന്ന് വിചാരിച്ച്. അപ്പം വീഡിയോസ് കാണുന്നവർ മാക്സിമം നമ്മളെ ഓരോ വീഡിയോസിനും എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിച്ചാൽ നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് ബെറ്റർ ചെയ്യാൻ പറ്റും. മെയിൻ ഉദാഹരണമാണ് നമുക്ക് ഈ ഗോപ്രോ കിട്ടിയത് തന്നെ ഒരാളെ കമൻറ്റും കൊണ്ടാണ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് നമ്മളെ പുതിയ ഗോപ്രോ വെച്ചുള്ള ഷൂട്ടുകളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.